So let's discuss about our motor pathway. നമുക്കറിയാം മോട്ടോർ പാത്വേ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ നമ്മളുടെ ബോഡിയിലെ മസിൽസുമായി കണക്ട് ചെയ്യുന്നവരാണ്. സോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഏത് ഭാഗം? ദാറ്റ് ഈസ് ദ ബ്രെയിൻ, പെർട്ടിക്കുലർലി ദ കോർട്ടെക്സ് റീജിയൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കോർട്ടെക്സ് റീജിയൻ. ആൻഡ് കോർട്ടെക്സിൽ തന്നെ സ്പെസിഫിക് ആയി ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് മോട്ടോർ കോർട്ടെക്സ് ഏരിയയെ കുറിച്ചാണ്. ഈ മോട്ടോർ കോർട്ടെക്സ് ഏരിയാസ് ഡിഫറെൻ്റ് ഉണ്ട്. അത് പ്രീ ഗൈറസ് ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ അത് സപ്ലിമെന്ററി മോട്ടോർ ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈവൻ സൊമാറ്റോ സെൻസറി ഏരിയാസ്. ഈ ഏരിയാസിലുള്ള സെർട്ടൻ സെൽസ് വിച്ച് ലുക്സ് ലൈക്ക് പിരമിഡ് ബിഗ് സെൽസ് ആണ്. ഇതിലെ ബിഗർ സെൽസിനെ ബെഡ് സെൽസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ പിരമിഡൽ സെൽസിൽ നിന്നും എന്ത് ചെയ്യും? ആക്സോൺ ഫൈബേഴ്സ് റൈസ് ചെയ്യുന്നു ഫ്രം ദ മോട്ടോർ ഏരിയ. സോ ഇഫ് യു സീ ദീസ് ആക്സോൺ ഏരിയാസ്, ഇവർ കണ്ടു കഴിഞ്ഞാൽ ഒരു സൺ റേസ് പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്ന ആക്സോൺസ് ആണ്. ആൻഡ് ഇറ്റ്സ് കോൾഡ് ആസ് കൊറോണ റേഡിയേറ്റ്. ഇവർ വരുന്നു ഒരു പെർട്ടിക്കുലർ ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിനിൽ നിന്ന്. ഈ എല്ലാ ആക്സോണൽ ഫൈബേഴ്സും വന്ന് മേർജ് ചെയ്യുന്നത് നമ്മുടെ ഇന്റേണൽ ക്യാപ്സ്യൂളിലേക്കാണ്. ഫ്രം ദി ഇന്റേണൽ ക്യാപ്സ്യൂൾ ദേ കം ഡൗൺ. അപ്പൊ നമുക്ക് വരയ്ക്കാം. ആക്സോണൽ ഫൈബേഴ്സ് ഇന്റേണൽ ക്യാപ്സ്യൂളിൽ കയറി, ദേ കം ഡൗൺ, ദേ ഗോ ഡൗൺ. അപ്പോൾ ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് വരുന്നത് മിഡ് ബ്രെയിൻ ആണ്. ദെൻ യു ഹാവ് പോൺസ്, ദെൻ യു ഹാവ് മെഡുല. ബ്രെയിൻ, പോൺസ്, മെഡുല. സോ യു ക്യാൻ സീ ഇത് ഒരു സൈഡിലൂടെയാണ് ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് യുവർ പോൺസ് ആൻഡ് ദിസ് ഈസ് യുവർ മെഡുല. അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മെഡുലയിലെ പിരമിഡൽ ന്യൂക്ലിയ ആണ്. ദ പിരമിഡൽ ന്യൂക്ലിയ വരെ ഇവർ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നു. ഇനി ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഈ പിരമിഡൽ ന്യൂക്ലിയയിൽ നിന്നും 85% ഓഫ് ദ ഫൈബേഴ്സ് ക്രോസ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഗോ ഡൗൺ, whereas 15% will go straight down like this. ഇത് 15% ആണ്, ഇത് 85% ആണ്. ഇവർ എങ്ങോട്ടാ പോകുന്നത്? നമുക്കറിയാം they are going to the spinal cord. So let me draw a spinal cord for you. ഇതാണ് നമ്മുടെ spinal cord. This is the gray matter. And if you see, ഇതിൽ 85% ഫൈബേഴ്സ് നേരെ താഴേക്ക് വരുന്നത് നമ്മളുടെ ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്റ്റ് ആയിട്ടാണ്. ഈ ട്രാക്റ്റ് വരുന്നു, ദേ ഇവിടെ വെച്ച് അവർ ഫസ്റ്റ് സിനാപ്സ് ഫോം ചെയ്യുന്നു. ആൻഡ് ദേ ഗോ ഡയറക്ട്ലി ടു ദി മസിൽസ് ആൻഡ് ദേ ഹെൽപ്പ് ഇൻ ഫൈൻ മൂവ്മെന്റ് ഓഫ് മസിൽ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഫൈൻ മൂവ്മെന്റിനാണ് സഹായിക്കുക. എന്നാൽ ഈ വന്ന 15% എങ്ങോട്ടാ പോവുക? ഇത് നേരെ സ്പൈനൽ കൊണ്ട് താഴേക്ക് എത്തി. ആൻഡ് ഈ റീജിയനെ നമ്മൾ വെൻട്രൽ റീജിയൻ എന്നാണ് പറയുക, അല്ലെ? വെൻട്രൽ അല്ലെങ്കിൽ ആന്റീരിയർ എന്ന് പറയും. അപ്പൊ ഇവിടെയുള്ള ആന്റീരിയർ ന്യൂക്ലിയയിലാണ് ഇവിടെ ആദ്യത്തെ സിനാപ്സ് നടക്കുക. അവരെ വെൻട്രൽ സ്പൈനൽ ട്രാക്ട് അല്ലെങ്കിൽ ആന്റീരിയർ സ്പൈനൽ ട്രാക്ട് എന്നാണ് നമ്മൾ വിളിക്കുക. എന്നിട്ട് ഈ ആന്റീരിയർ സ്പൈനൽ ട്രാക്ട് നേരെ ഇവിടെ വന്ന് ഫസ്റ്റ് സിനാപ്സ് ചെയ്യുന്നു ഓൺ ദ സെയിം ഇപ്സിലാറ്ററൽ സൈഡ്. എന്നിട്ട് അവർ ക്രോസ് ചെയ്യാൻ പോവുകയാണ് ടു ദ അതർ സൈഡ്. ഇവിടെ ഒരു ഇന്റർ ന്യൂറോൺ വരുന്നു, ഓപ്പോസിറ്റ് സൈഡിലേക്ക് അവർ ക്രോസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ആൻ ഇന്റർ ന്യൂറോൺ. ആൻഡ് ഫൈനലി ഇവിടെ നിന്ന് ഇവര് ഈ ഇൻഫർമേഷനെ ക്യാരി ചെയ്ത് മസിലിലേക്ക് പോകുന്നു ഫോർ പോസ്ചർ ഓഫ് മസിൽ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മോട്ടോർ സ്പൈനൽ ട്രാക്ട് നമ്മുടെ മോട്ടോർ ഏരിയ ഓഫ് ബ്രെയിനിൽ നിന്ന് താഴേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കി. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ട്രാക്ട് ഹാസ് അനദർ നെയിം, pyramidal tract, because of course these are arising from pyramidal cells of the motor cortex area of our brain.